quantifiers. When all the variables in a propositional function are assigned values, then the resulting statement has a truth value. There is an important way called quantification to create a proposition from a propositional function. അപ്പോൾ പ്രപ്പോസിഷണൽ ഫംഗ്ഷനിൽ നിന്ന് ഒരു പ്രപ്പോസിഷൻ ഉണ്ടാക്കാൻ പ്രപ്പോസിഷൻ വേറെ അല്ല, നമുക്ക് ട്രൂത്ത് വാല്യൂസ് വരണം. ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ് എന്തായിരുന്നു? വാല്യൂസ് അസൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. മറ്റൊരു മെത്തേഡിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വി ഡിസ്കസ് വിത്ത് ടു ടൈപ്സ് ഓഫ് ക്വാണ്ടിഫിക്കേഷൻ. ക്വാണ്ടിഫിക്കേഷൻ ഓർത്ത് വയ്ക്കണം എന്താണ് ക്വാണ്ടിഫിക്കേഷൻ എന്ന്. രണ്ട് തരത്തിലുള്ള ക്വാണ്ടിഫിക്കേഷൻസ് ആണുള്ളത്. ഒന്ന് യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ ആൻഡ് existential quantification. Many mathematical statement asserts that a property is true for all values of a variable in a particular domain called the universal discourse. Many mathematical statements asserts that a property that is true for all values of a variable in a particular domain called the universe of discourse, UD. പറയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഏത് രണ്ട് റിയൽ നമ്പർ കൂട്ടിയാലും മറ്റൊരു വേറൊരു റിയൽ നമ്പർ കിട്ടുക. അവിടെ കണ്ട for all real numbers this value is satisfied, this property is satisfied. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് പറയും എല്ലാ കാര്യങ്ങൾക്കും ഇത് ശരിയാണെന്ന് പറയും. ചിലപ്പോഴൊക്കെ നമ്മൾ പറയും ചില കാര്യങ്ങൾക്ക് ഇത് ശരിയാണെന്ന് പറയും. അപ്പൊ ചില കാര്യങ്ങൾക്ക് ഒന്ന്, മറ്റൊന്ന് എല്ലാ കാര്യങ്ങൾക്കും. അങ്ങനെ രണ്ട് പ്രയോഗങ്ങൾ നമ്മൾ നടത്താറുണ്ട്. അതിനെ കുറിച്ച് ഇവിടെ പറയണേ. അപ്പൊ അതുകൊണ്ട് ഞാൻ വായിക്കാം. ഇത് വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്, വീണ്ടും വായിക്കണേ. Many mathematical statement asserts that a property is true for all values of a variable in a particular domain called the universe of discourse, or the domain. So universe of discourse or the domain. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ഡൊമൈൻ. That is the set of values the variable x can have. The set of all values the variable x can have is called the universe of discourse. The set of values in the collection, that is set എന്ന് പറയുന്നത്. The set of values the variable x can have is called the universe of discourse. Such a statement is expressed using a universal quantification. Universal quantification. നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ക്വാണ്ടിഫിക്കേഷൻസ് ആണ്. യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷനും മറ്റൊന്ന് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫിക്കേഷനും. The universal quantification of a propositional function is the proposition. The universal quantification of a propositional function is the proposition that asserts p of x is true for all values of x in the universe of discourse. ഈ യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എന്താണെന്നാണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടാതെ, നമുക്ക് മനസ്സിലാവാത്ത ഐഡിയ അതായിരിക്കും. അതെനിക്ക് ഞാൻ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം, എക്സാമ്പിൾസ് പറഞ്ഞുതരാം, അപ്പോഴാണ് ഇത് മനസ്സിലാവുള്ളൂ. അപ്പം യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയോ? ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈസ് ട്രൂ ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ്. ട്രൂ ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് എന്നുള്ളതിനെയാണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. Universal quantification. The universal quantification of p of x is the proposition. ഇതാണ് ഓർത്തിരിക്കുന്നത്. p of x is true for all values of x in the universe of discourse. എന്താണ് യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഡൊമൈൻ ആണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എക്സിന് കൊടുക്കാവുന്ന വാല്യൂസിന്റെ കളക്ഷൻ. അത് ഓർത്തിരിക്കും. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് അവിടെ നിൽക്കട്ടെ, നമുക്കത് കാണാം. ഈ പ്രയോഗം this is true for all values of x, for p of x is true for all values of x. ഇതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്.
For denoting the universal quantification of p of x, we write ഇതാണ് ഈ ചിഹ്നം. ഇതെങ്ങനെ എഴുതാം? ഇതുപോലെ. Sorry. For all x. കണ്ടോ? ഈ ചിഹ്നത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. For all x. ഇതിനെയാണ് യൂണിവേഴ്സ് ഓഫ് യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ. The proposition for all x p of x is also expressed as for all x p of x or for every x p of x. അങ്ങനെയൊക്കെ നമുക്ക് വായിക്കാം. ഇതിൽ നമുക്ക് റീഡ് ചെയ്യേണ്ടത് for all x p of x അല്ലെങ്കിൽ for every x p of x അല്ലെങ്കിൽ for each x p of x നിങ്ങൾ ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും പഠിക്കും. ഈ പ്രയോഗം വരുന്നത് for all x p of x ആയാലും for every x p of x ആയാലും for each x p of x ആയാലും ഒക്കെ ഒന്നാണ്, സെയിം നൊട്ടേഷൻ ആണ്. മറ്റൊന്നാണ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു എല്ലാ എക്സുകൾക്കും, പിന്നെ ഒരു ഓപ്ഷൻ എന്താ, കുറച്ച് എക്സുകൾക്ക്. ആ കുറച്ച് എക്സുകൾ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാണാം, existential quantifier. Many mathematical expressions asserts that there is an element with a certain property. Such as statements കുറച്ച് പ്രോപ്പർട്ടി ഉണ്ടാവുള്ളൂ. There is an element with a certain property. കുറച്ച് എലമെന്റ്സുകൾക്ക് മാത്രമേ പ്രോപ്പർട്ടി ഉണ്ടാവുള്ളൂ. അതിനെ കുറിച്ചാണ് പറയുന്നത്. Such statements are expressed using existential quantification. With the existential quantification, we form a proposition that is true if and only if p of x is true for at least one values of x in the universe of discourse. ഉദ്ദേശിക്കുന്നത് എല്ലാ എക്സുകൾക്കും ശരിയാവണമെന്നില്ല, കുറച്ച് എക്സുകൾക്ക് മാത്രം ശരിയായാൽ മതി. കുറച്ച് എക്സുകൾക്ക് ശരിയായാൽ മതി. ഓക്കെ, പ്രോബ്ലം ഡെഫിനിഷൻ കാണാം. ഡെഫിനിഷൻ: the existential quantification of p of x is a proposition there exists an element x in the universe of discourse such that p of x is true. കണ്ടോ, there exists an element or there exists some elements. കണ്ടോ, കുറച്ച് എലമെന്റ് അല്ലെങ്കിൽ ഒരു എലമെന്റ്, there exists an element, അതിനാണ് നമ്മളുടെ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ എന്ന് പറയാം, ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറയാം. we use the notation, ഈ നൊട്ടേഷൻ കൊടുത്താൽ മതി. there exists p of x. റീഡ് ചെയ്യേണ്ടത്, വായിക്കേണ്ടത് there exists x p of x. ഒരു x ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ കുറച്ച് എക്സുകൾ. for the existential quantification of p of x, here there exists, this is called, ഈ ചിഹ്നം is called the existential quantification. ഇത് എങ്ങനെ എഴുതാം? എഴുതുന്നത് ഇങ്ങനെയാണ്, there exists. ഇതിനാണ് നമ്മൾ existential quantifier എന്ന് പറയാം. The existential quantification, there exists x p of x. There exists x p of x is also expressed as there is an x such that p of x or for some x p of x. or there exists x, ഇതിനെ എങ്ങനെയൊക്കെ വായിക്കാം? ഒന്നല്ലെങ്കിൽ ഇങ്ങനെ, for some there is an x such that p of x, അല്ലെങ്കിൽ for some x p of x, അല്ലെങ്കിൽ there is at least one x
such that p of x ഇങ്ങനെയൊക്കെ എങ്ങനെ വേണമെങ്കിലും വായിക്കാം അത് ഓർത്തിരിക്കണം. If a predicate p contains one variable then it is called a unary predicate. അപ്പോൾ ഒരു വേരിയബിളേ ഉള്ളൂ വെച്ചാൽ predicate നിങ്ങൾക്ക് അറിയാലോ ലെസ് ദാൻ ഗ്രീറ്റർ ദാൻ ഈക്വൽ ടു എന്നൊക്കെ പറയാം. അതിലെ ഒരെണ്ണേ ഉള്ളൂ, ഒരു വേരിയബിൾ ഉള്ളൂ വെച്ചാൽ അതിനെ പറഞ്ഞ പേരാണ് യൂണറി. രണ്ടെണ്ണം ഉണ്ടെങ്കിലോ ബൈനറി. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഇവിടെ കണ്ടോ ബൈനറി p of x, y is equal to x plus y equal to 5. If a predicate contain n variables then it is called the n-ary predicate. Then അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം.